Dear students, we will continue with the last problem. So problem 9 കുറെ പേര് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇതിൽ പോയിന്റ്സ് മാത്രമേ പ്ലോട്ട് ചെയ്യുള്ളൂ. പ്ലോട്ട് ദ ഫോളോയിങ് പോയിന്റ്സ് ഗിവൻ ഇൻ പോളാർ കോർഡിനേറ്റ്സ് പറയുമ്പോൾ നമ്മൾ ലൈൻ ഒന്നും വരയ്ക്കണ്ട. ജസ്റ്റ് വി ഹാവ് ടു പ്ലോട്ട് ദ പോയിന്റ്സ്. ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 3π/2 ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആംഗിൾ എടുക്കുക. അപ്പൊ നമുക്കറിയാം തീറ്റ ഈക്വൽ ടു π/2 എന്ന് പറഞ്ഞ ലൈൻ ഇതാണ്. ഇതിൽ 3 എടുക്കുക. അപ്പൊ 1 2 3. അപ്പൊ 3 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. അതിനെ നമ്മൾ ഡാർക്ക് ആക്കി ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ സൈഡിൽ എഴുതുക 3π/2. അല്ലാതെ നിങ്ങൾ ലൈൻസ് ഒന്നും വരയ്ക്കണ്ട. കുറച്ച് പേര് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കണ്ടു കുറെ ലൈൻസ് വരച്ചിട്ടുണ്ട്. സോ 3π/2 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആണ് 5 - π/4. അപ്പോൾ π/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് 45 ഡിഗ്രി. അപ്പോൾ -π/4. അപ്പൊ നമ്മൾ π/4 ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് π/4 ആണ്. ഇതിന്റെ മിറർ ഇമേജ് ആണ് -π/4 വരിക. സോ ഈ ലൈനാണ് -π/4. ഇതിൽ നമുക്ക് 5 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. ഓക്കെ, സോ ഈ ലൈനെ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 5 ഡിസ്റ്റൻസ് 1 2 3 4 5 ഏകദേശം ഇവിടെ വരെയായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ 5, -π/4. π/4 എന്ന് പറഞ്ഞ ലൈൻ ഇതായിരുന്നു. അതിന്റെ നെഗറ്റീവ് എടുത്തു. സോ ദിസ് ഇസ് -π/4. ഇനി അടുത്ത പോയിന്റ് എന്താ? 1 2π/3. അപ്പൊ 2π/3 എന്ന് പറഞ്ഞ ആംഗിള് ഇവിടെയായിട്ട് വരും. 2π/3 നമുക്ക് 1 ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 2π/3 നമുക്കറിയാം ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരും. 45 അല്ല, കുറച്ചും കൂടി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ. അതിൽ നമ്മൾ 1 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. സോ സപ്പോസ് ദിസ് ഇസ് 1. സോ ദിസ് ഇസ് 1, 2π/3. അപ്പൊ നമ്മളെ പോയിന്റ്സിനെ നമ്മളിങ്ങനെ ഡാർക്ക് ആക്കുക. അങ്ങനെയാണ് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. -3π/2. അപ്പൊ π/2 എന്ന് പറഞ്ഞ ലൈൻ ഇതാണ്. അതിൽ -3 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈഡ് ആണ്. സോ -1 -2 -3. ഈ പോയിന്റ് ആണത്. സോ ദിസ് ഇസ് -3, π/2. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പോയിന്റ്സ് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയ പോയിന്റ്സിനെ നമ്മൾ ബോൾഡ് ആക്കുക, ഡാർക്ക് ആക്കി കാണിക്കുക. ലൈൻസ് ഒന്നും വേറെ ലൈൻസ് ഒന്നും വരയ്ക്കണ്ട. ഓക്കെ, ഗ്രാഫിക്കലി തന്നെ ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഇവിടെ നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റിലുള്ള 11th പ്രോബ്ലം ആണ്. സോ -1 less than or equal to r less than or equal to 2, π/3 less than or equal to theta less than π/2. സോ ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ നമുക്കറിയാം π/2 ഇൻക്ലൂഡഡ് അല്ല, π/3 മാത്രമേ ഇൻക്ലൂഡഡ് ഉള്ളൂ. ഓക്കെ, so π/3 നമുക്കറിയാം ഇറ്റ് ഇസ് 60 ഡിഗ്രി. So here you can see ആറിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ r നെഗറ്റീവ് ആണ്. -1 തൊട്ടിട്ട് 2 വരെ വേരി ചെയ്യുന്നു. r നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? π/3 എന്ന് പറഞ്ഞ ലൈനിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പോവാം. അപ്പൊ π/3 എന്ന് പറഞ്ഞ ലൈൻ നമ്മുടെ 60 ഡിഗ്രി ആണ്. സോ this line will be like this. ഇതാണ് നമ്മുടെ തീറ്റ ഈക്വൽ ടു π/3. നമുക്കറിയാം ദിസ് ഇസ് തീറ്റ ഈക്വൽ ടു π/2. പിന്നെ ഇതിൽ നമുക്ക് 1 ഡിസ്റ്റൻസ് ഇതാണ്. സോ ദിസ് ഇസ് 1 2 ഡിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് r -1 ആണ്. തീറ്റ π/3 to π/2 വേരി ചെയ്യുന്നു. r -1 തീറ്റ π/3 എന്ന് പറയുമ്പോൾ ഈ ലൈനാണ്.
ആർ നെഗറ്റീവ് ആയ കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ 1 ഡിസ്റ്റൻസ് നോക്കണം. അപ്പോൾ 1 ഡിസ്റ്റൻസ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ ഇതാണ് വരുന്നത്. -1 to 2 ആണ്, പക്ഷെ തീറ്റ π/3 to π/2ലാണ് വരുന്നത്. സോ അപ്പൊ നമുക്ക് ഇവിടെ ഇത്രയും ഒരു ഏരിയ കിട്ടും, ഈ ഒരു റീജിയൻ കിട്ടും. π/2 ഇൻക്ലൂഡഡ് അല്ലാത്ത കാരണം ഇത് നമ്മുടെ ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, π/2 എന്നുള്ള ലൈൻ നമ്മൾ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കണം. പിന്നെ നെക്സ്റ്റ് പിന്നെ എന്താണ്, 2 വരെ ഉണ്ട്. ആൻഡ് π/3 to π/2 ആണ്. സോ നമുക്ക് ഇവിടുന്ന് π/3 to π/2 എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയൻ കിട്ടും. സോ ദിസ് ഈസ് അവർ റിക്വയർഡ് റീജിയൻ. Now we will see another example, example 6. So the question is, show that sin theta equal to cos π/2 minus theta, where theta lies between 0 and π/2. And the B part is, show that sine is an odd function. So first we will do the A part. So for this we will draw a triangle first, a right angle triangle. So this is a right angle triangle. So suppose this is the angle theta and this is π/2, 90 degree. We know that the total angle sum is 180 degree. Okay, and it is given that theta is less than π/2. Theta is less than or equal to π/2. So if this is π/2, the sum of remaining two angles should be π/2. So I can write this angle as π/2 minus theta. Okay, so that the total will become pi. Suppose I mark this as OAB. Then from here, what is sine theta? We know sine theta is opposite by hypotenuse. So it is AB by OB. So it is modulus, so it shows the length. Okay. Now what is cos of π/2 minus theta? So cos of π/2 minus theta is adjacent by hypotenuse. Again it is AB by hypotenuse OB. So you can see that both the RHS are same. So this implies that sin theta is equal to cos of π/2 minus theta. So cos 90 minus theta is sin theta. The result we know, we have just proved it. Now the B part is, we have to show that sine of minus theta is minus sin theta. So we will do the B part. So to prove sine of minus theta is minus sin theta. So for this we will consider a circle with radius 1, and if this is the angle theta, the radius is 1. So we know that this is the angle minus theta, which is the mirror image of theta. So if the coordinate of this point is x comma y, we know that the coordinate of this point, it's mirror image. Mirror image. So there is no change in x, only point is that y becomes minus y. Okay, so this is x comma minus y. The mirror image of the point xy is x comma minus y. That will be the coordinates here. So we can now if we see this angle, if we see this triangle, so I will draw it here. So
So we have this is the angle theta and this is the angle minus theta. So the radius is 1, it's 1. Suppose I mark it as O, A, B, C. Now what is sine of minus theta? Sine of minus theta. We know that sine of minus theta, again this is 90 degree. So it is opposite by hypotenuse. So it is BC by 1. So it is BC. And what is sine theta? Now sine theta is opposite by hypotenuse again. So it is AB by 1. So it is AB, the distance AB. Now what is the relation between AB and BC? We know that this AB is nothing but minus of BC, because here we have seen that y becomes minus y. So this implies that sine of minus theta is equal to minus sine theta. So we can prove this. Now we can see a little bit calculator discussion. That is, calculator le nammal enganeyana sin theta compute cheyam. Appo namukku sin theta inde oru analytic expression undu. Sin theta ennu parna theta minus theta cube by 3 factorial plus theta raised to 5 by 5 factorial. Ingane oru expression undu, analytic expression of sin theta undu. Appo nammal calculator le theta ku oru value kittumbo അവരെന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ തീറ്റ എങ്ങനെ കാൽക്കുലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ തീറ്റയുടെ ആ വാല്യൂ ഈ ഇതിൽ ഇട്ടുകൊടുക്കും. ഓക്കെ, എന്നിട്ട് കുറച്ച് ഫൈനൈറ്റ് ടേംസിന് അവർ കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമുക്കൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് സൈൻ തീറ്റ കിട്ടുന്നത്. ഇതേപോലെ അപ്പോൾ ഒരു റാഷണൽ ഫംഗ്ഷനിലാണ് ഇതിലവർ തീറ്റയ്ക്ക് വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ഈ സീരീസിന്റെ സം കാണുന്നു. അതേപോലെ നമ്മൾ കോസും ടാനൊക്കെ വരുമ്പോൾ ഇതേപോലെയാണ് കാൽക്കുലേറ്ററിൽ ചെയ്യുന്നത്. ഓക്കെ, now example 7, in figure A, in figure 5.1.20 find x. x ന്റെ വാല്യൂ എന്താന്ന് കാണണം. അപ്പൊ നമുക്ക് ഇവിടെ AB 10.3 തന്നിട്ടുണ്ട്, ആംഗിൾ ഇസ് 22 ഡിഗ്രി. അപ്പൊ നമുക്കറിയാം ഇവിടെ നമുക്ക് കാണേണ്ടത് x ആണ്. സോ adjacent സൈഡ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ tan 22 യൂസ് ചെയ്യാം. tan 22 is opposite by adjacent. So tan 22 degree is 10.3 by x. അപ്പോൾ അവിടെ നമുക്ക് x എന്ന് പറയുന്നത് 10.3 by tan 22 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ tan 22 ഡിഗ്രി കാൽക്കുലേറ്ററിനോ അല്ലെങ്കിൽ ടേബിൾസിനോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഡയറക്റ്റ് ആയി കിട്ടും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആണ് tan വെച്ചിട്ട് ഈ ഡിസ്റ്റൻസ് എക്സ് എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതേപോലെ ബി പാർട്ടും ഡയറക്റ്റ് പ്രോബ്ലം ആണ്. A tree 50 meters away subtends an angle of 53 degree as seen by an observer. How tall is the tree? ട്രീയുടെ ലെങ്ത് എന്താന്ന് കണ്ടുപിടിക്കണം. ട്രീനെ നോക്കുന്നത് ഒരു 50 meters അകലയിൽ നിന്നാണ്. അത് ട്രീ ആയിട്ട് ട്രീനെ നോക്കുമ്പോൾ ഒരു ആംഗിൾ സബ്സ്റ്റൻഡ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് 53 ഡിഗ്രി. അപ്പൊ നമ്മളിവിടെ ഫിഗർ വരച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇതാണ് ട്രീയുടെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ഒബ്സർവർ ഇസ് 53 ഡിഗ്രി. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് 50 meters ഡിസ്റ്റൻസിലാണ് ഇത് ഉള്ളത്. അപ്പൊ നമുക്കിതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾഡ് പോലെയായി. ഓക്കെ, അപ്പൊ എഗെയിൻ നമുക്ക് ഇവിടുന്ന് ടാൻ തീറ്റ യൂസ് ചെയ്യാം, ടാൻ 53 യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ടാൻ 53 എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ആണ്. സോ എ ബി ബൈ adjacent 50 എന്ന് കിട്ടും. അപ്പൊ അവിടുന്ന് നമുക്ക് എ ബിയുടെ വാല്യൂ കിട്ടും 50 tan 53. നമ്മൾ tan 53 കാൽക്കുലേറ്ററിന് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. സോ ഇതൊക്കെ ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്. നമ്മൾ ഓൾറെഡി നമുക്കറിയാം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ പോയിന്റ്സ് സർക്കിളിൽ കിടക്കുന്നതാണ്. ദേ ആർ ഓൾസോ കോൾഡ് സർക്കുലർ പോയിന്റ്സ്. If you take x as cos theta and y as sin theta,
we see that x square plus y square is 1. So these points cos theta sin theta points in the circle mein kidakkuna points aanu. So cos square theta plus sin square theta equal to 1 എന്ന് പറയുന്ന ഒരു trigonometric identity ആണ്, which is valid for all theta. ഇതേപോലെ നമുക്ക് വേറെ കുറച്ച് ഐഡന്റിറ്റീസും കൂടി ഉണ്ട്. ലോ ഓഫ് കൊസൈൻസ് എന്ന് പറയും. ലോ ഓഫ് കൊസൈൻസ് ഇസ് ഗിവൻ ബൈ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. സോ ദിസ് ഓൾസോ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമ്മളിവിടെ ആംഗിൾ തീറ്റ രണ്ട് കേസ് ആയിട്ട് എടുക്കുകയാണ്. തീറ്റ acute ആംഗിൾ ട്രയാങ്കിളും തീറ്റ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളും. സോ acute ആംഗിൾ മീൻസ് ഇറ്റ് ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. Prove the law of cosines, that is c square equal to a square plus b square minus 2ab cos theta. So first you consider this acute angle triangle. So suppose theta is an acute angle, that value is less than 90 degree. നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക ഒ എ ബി. ബിയുടെ കോർഡിനേറ്റ്സ് എക്സ് വൈ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ബിയുടെ കോർഡിനേറ്റ്സ് എക്സ് വൈ ആണെങ്കിൽ suppose I drop a perpendicular from B to the x-axis. ഈ x-axisലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു, ബി എ ഡാഷ് കിട്ടി എനിക്ക്. സോ ശരിക്ക് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒ എ ഡാഷ് ആണ്, വൈ എന്ന് പറയുന്നത് എ ഡാഷ് ബി ആണ്. ഇതാണ് എക്സ് വൈ. എക്സ് വൈ ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ബി. ബിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒ എ ഡാഷ് ആണ് എക്സ്. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എ ഡാഷ് ബി ആണ് വൈ. ഓക്കെ, അപ്പൊ നമ്മുടെ എയിം ഈ എക്സും വൈയും കണ്ടുപിടിക്കുകയാണ്. ഇനി നമ്മൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ അവിടെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ adjacent ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ ഒ എ ഡാഷ് മോഡുലസ് വാല്യൂ ആണ് ഇവിടെയൊക്കെ എടുക്കുന്നത്, കാരണം ലെങ്ത് ആണ് പറയുന്നത്. ഓക്കെ, സോ ഒ എ ഡാഷ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ഇവിടെ ബി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടും എക്സ് ഈക്വൽ ടു ഒ എ ഡാഷ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ എക്സ് ഈക്വൽ ടു ബി കോസ് തീറ്റ. സിമിലർലി നമ്മൾ സൈൻ തീറ്റ നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അപ്പോൾ വൈ ബൈ ബി എന്ന് കിട്ടും. സോ വൈ ഈക്വൽ ടു ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ദ കോർഡിനേറ്റ്സ് ഓഫ് ബി, ഈ ബി acute ആംഗിളിൽ ഈ ബിയുടെ കോർഡിനേറ്റ്സ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് നമുക്ക് ബി കോസ് തീറ്റ ആൻഡ് വൈ ബി സൈൻ തീറ്റ എന്ന് കിട്ടി. ഇനി നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല സി എന്ന് പറയുന്നത് ഈ എ ബിയുടെ ഈ ഡിസ്റ്റൻസ് ആണ് സി. ഇതാണ് സി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സി സ്ക്വയർ എന്താന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിവിടെ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യും. അപ്പൊ എയുടെ കോർഡിനേറ്റ് എന്താ? എയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്റ്റൻസ് എ ആണ്, എക്സ് കോർഡിനേറ്റ് എ ആണ്, വൈ കോർഡിനേറ്റ് 0 ആണ്. ബിക്കോസ് എ എക്സ് ആക്സിസിലാണ് കിടക്കണേ, അപ്പൊ അതിന് വൈ കോർഡിനേറ്റ് ഇല്ല. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് a0 ആണ്, ബിയുടെ കോർഡിനേറ്റ് എക്സ് വൈ, വേർ എക്സ് ഇസ് ബി കോസ് തീറ്റ, വൈ ഇസ് ബി സൈൻ തീറ്റ. സോ വി ക്യാൻ അപ്ലൈ ദ ഡിസ്റ്റൻസ് ഫോർമുല. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? So distance formula വെച്ചിട്ട് നമുക്ക് കിട്ടും സി സ്ക്വയർ ഈക്വൽ ടു ബി കോസ് തീറ്റ മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ മൈനസ് 0 ഹോൾ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയും ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയിലും ബി സ്ക്വയർ കോമൺ ആണ്. ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ദ റിലേഷൻ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? സി സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ഇപ്പൊ തീറ്റ ഒരു acute ആംഗിൾ ആണെങ്കിൽ നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇതേപോലെ തീറ്റ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയെക്കാട്ടും കൂടുതലാണെങ്കിലും ഇതേപോലെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ലോ ഓഫ് കൊസൈൻസ്. ഇനി തീറ്റ 90 ഡിഗ്രി π/2 ആണെങ്കിൽ, ഇഫ് തീറ്റ ഇസ് 90 ഡിഗ്രി, നമുക്കറിയാം കോസ് 90 is 0. കോസ് 90 0 ആകുമ്പോൾ നമ്മൾ ഈ ലോ ഓഫ് കൊസൈൻസ് എന്തായി? സി സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നായി. ദാറ്റ് ഈസ് വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ പൈത്തഗോറസ് തിയറം. അപ്പൊ നമുക്ക് അവിടുന്ന് പൈത്തഗോറസ് തിയറം കിട്ടും. സോ ലോ ഓഫ് കൊസൈൻസിൽ തന്നെ നമുക്ക്
ഈ ഒരു പ്രോബ്ലം എക്സാമ്പിൾ 8 ചെയ്യാൻ പറ്റും. ഇൻ ഫിഗർ 5.124 ഫൈൻഡ് എക്സ്, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നാണ്. ഈ ആംഗിൾ 10.3 ഡിഗ്രി തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടന്യൂസ് 20.2 ആണ്, ഇത് 13.4. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനൊരു ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ല. ഓക്കെ, സോ വി കൻ യൂസ് ദ ലോ ഓഫ് കൊസൈൻ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് പറയാം c² = a² + b² ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ലോ ഓഫ് കൊസൈൻസ് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഫോർമുല വെച്ചിട്ട് ഇവിടെ a എന്ന് പറയുന്നത് നമുക്ക് 20.2, b എന്ന് പറയുന്നത് 13.4, ആംഗിൾ തീറ്റ 10.3. അപ്പൊ നമ്മൾ ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Using calculator, we will get the value. Next, we will derive some important identities, trigonometric identities നമ്മൾ derive ചെയ്യണം. So, you consider a circle of radius 1. Radius 1 ആയിട്ടുള്ള ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. അതിൽ രണ്ട് ആംഗിൾസ് ഉണ്ട്, തീറ്റ ആൻഡ് ഫൈ. We are assuming that theta is less than 5. Okay, so ഈ സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ആണ്. One point makes an angle theta with the x-axis. So this is the circle. So one point makes an angle theta with the x-axis and another point makes an angle phi with the x-axis. ഇപ്പൊ രണ്ട് ആംഗിൾസ് ഉണ്ട്, തീറ്റയും ഫൈയും. ഇതാണ് ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, y ആക്സിസ് ആണ്. സോ p makes an angle theta with the x-axis, q makes an angle phi with x-axis. ഇപ്പൊ പിയുടെ കോർഡിനേറ്റ്സ് നമ്മൾ നേരത്തെ കാണിച്ചു, എക്സും വൈയുടെയും കോർഡിനേറ്റ്സ് കോസ് തീറ്റ സൈൻ തീറ്റ, ബി കോസ് തീറ്റ ബി സൈൻ തീറ്റ ഫോമിലാണ്. അവിടെ ബി ആയിരുന്നു ഹൈപ്പോട്ടന്യൂസ്, പക്ഷെ ഇവിടെ റേഡിയസ് 1 ആണ്. സോ വി വിൽ ഗെറ്റ് the coordinates of p as cos theta sin theta and the coordinates of q makes an angle phi with the x-axis. അപ്പൊ qയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടും cos phi sin phi. ഇനി നമ്മളുടെ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാണ് pq എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കാണാൻ. സോ ബൈ ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് എന്ത് കിട്ടും, pq² = cos phi minus cos theta whole square plus sin phi minus sin theta whole square. ഇത് എക്സ്പാൻഡ് ചെയ്യുക, a minus b whole square ആണ്. സോ a² plus b² minus 2ab. അതേപോലെ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. നമുക്കറിയാം cos² phi plus sin² phi നമ്മൾ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 1. Similarly cos² theta plus sin² theta ക്ലബ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 1. സോ വി ഹാവ് 1 plus 1 2 minus 2 cos phi cos theta minus 2 sin phi sin theta. We mark it as equation number 1. ഇനി നമ്മളിവിടെ ലോ ഓഫ് കൊസൈൻസും കൂടി അപ്ലൈ ചെയ്യണം. നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടി. നമ്മൾ ലോ ഓഫ് കൊസൈൻസ് അപ്ലൈ ചെയ്യാണ്. ഈ ട്രയാങ്കിളിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയ ഈ OPQ എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിനാണ് നമ്മൾ ലോ ഓഫ് കൊസൈൻസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവിടുത്തെ ആംഗിൾ അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തു തീറ്റ ലെസ് ദാൻ 5 ആണ്. അപ്പൊ ആ നടുക്കിലത്തെ ആംഗിൾ സബ്റ്റൻഡഡ് ആംഗിൾ POQ എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് 5 മൈനസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഈ ട്രയാങ്കിൾ ഇവിടെ ഞാൻ ഒന്നുകൂടി വരച്ചിട്ടുണ്ട്. ഇതാണ് റേഡിയസ് 1 ആണ്. സോ ദിസ് 2 sides 1, ആംഗിൾ ഇസ് 5 മൈനസ് തീറ്റ. സോ നമ്മൾ ലോ ഓഫ് കൊസൈൻസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ A1 B1 C എന്ന് പറയുന്നത് PQന്റെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ബൈ ഫോർമുല നമുക്ക് c² = a² plus b² minus 2ab cos theta ആണ്. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ pq² = 1² plus 1² minus 2 cos of 5 minus theta. So we'll get 2 minus 2 cos of 5 minus theta. Now we compare equation 1 and 2. Equation 1 and 2 LHS same ആണ്. So RHS must be same. RHS നമുക്ക് 2 same ആണ്. പിന്നെ വരുന്നത് ഈ രണ്ട് ടേംസ് ആണ് ബാലൻസ് വരുന്നത്. So these two terms should be same. മൈനസ് ഇവിടെ നമ്മൾ ഔട്ട്സൈഡ് എടുത്താൽ നമുക്ക് ഇവിടെ പ്ലസ് ആയി കിട്ടും.
So 2 will get cancelled. So from equation 1 and 2, we must have that cos phi cos theta plus sin phi sin theta should be equal to cos of phi minus theta. That is, cos of phi minus theta is cos phi cos theta plus sin phi sin theta. So we got a very important trigonometric relation. Now if we replace theta by minus theta, theta ke pagaram nammal minus theta kodukkaanengil, and we also know that cos of minus theta is cos theta because cos is an even function. Sin of minus theta is minus sin theta. So നമ്മൾ equation 1 apply ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? cos of phi plus theta equal to cos phi cos theta minus sin phi sin theta. So we get another identity too. So all these identities you have to remember. Now if we replace phi by pi by 2 minus phi, and we have already proved that cos of pi by 2 minus phi is sin phi and sin of pi by 2 minus phi is sin phi. Sin of pi by 2 minus phi is cos phi. Here it is cos phi. So if we apply it here, we will get, we are applying it to equation number 1. So we get cos of pi by 2 minus phi. Then we have minus pi minus theta. Minus the outside edithal minus of phi plus theta equal to cos of pi by 2 minus phi cos theta plus sin of pi by 2 minus phi sin theta. Now cos of pi by 2 minus phi ne nammal endu ezhuthi sin phi nu ezhuthi. Aduvale sin of pi by 2 minus phi ne nammal cos phi nu ezhuthi. So we got another formula, that is sin of phi plus theta is sin phi cos theta plus cos phi sin theta. Mark this identity number 3. So this 2 and 3 are called addition formulas for sine and cosine. Also we can derive double angle formulas from here. So if we put theta equal to phi in equation 2, if we put theta equal to phi in this equation, we will get cos of 2 theta equal to cos theta. So it is cos square theta minus sin square theta. But we already have that cos square theta plus sin square theta is 1. So this implies that cos square theta is 1 minus sin square theta. So we substitute for cos square theta is 1 minus sin square theta. And then we get here minus sin square theta. So cos 2 theta equal to 1 minus 2 sin square theta. From here we can write the value of sin square theta and we get sin square theta equal to half into 1 minus cos 2 theta. So we have the test identity number 4. Now similarly, again we use the same relation and substitute for sin square theta. So we have cos 2 theta is cos square theta minus sin square theta. For sin square theta, we substitute as 1 minus cos square theta. So this becomes 2 cos square theta minus 1. So from here we will get cos square theta equal to half into 1 plus cos 2 theta. So equation 4 and 5 are also very important. So all the 5 equations are very important. Now we can also see equation number 1. So it is prove the product formula cos theta cos phi equal to half into cos theta minus phi plus cos theta plus phi. So this we can prove very easily because we have to add the identity of cos theta minus phi and cos theta plus phi. We have the identity for both. So we have to just add it. So if we add these two, we will get 2 cos theta cos phi. And if we divide by 2, we will get the required result. For the B part, we have proved that 1 plus tan square theta equal to sec square theta.
So we know that sin square theta plus cos square theta is 1. We divide this by cos square theta. And we know that tan theta is sin theta by cos theta. So we will get the required result. Okay, thank you.